മേടം, ഇടവം, മിഥുനം എന്നിങ്ങനെ 3 രാശിക്കാർക്ക് ഈ ജൂലൈ മാസത്തെ ഫലം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ജൂലൈ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരല്പം സ്ട്രഗിൾ ഒക്കെ ചെയ്ത് ഒരല്പം മനസ്സ് ഒക്കെ നല്ല രീതിക്ക് കൊണ്ട് വന്ന് ചിന്തിച്ചാൽ മാത്രമായിരിക്കും നമുക്കൊരു നല്ല ഫലത്തെ പ്രാപ്തമാക്കാനായിട്ട് കഴിയുക. അതായത് നടക്കുമെന്ന് വിചാരിച്ച പല കാര്യങ്ങൾക്കും ഒരു ഡിലേ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് മനസ്സ് തളർന്നു പോകാൻ പാടുള്ളതല്ലാത്ത ഒരു കാലഘട്ടമായിട്ടാണ് ഈ ജൂലൈ മാസം കണക്കാക്കപ്പെടുന്നത്. പൊതുവിൽ എല്ലാ രാശിക്കാർക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ മേടം രാശിക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ചിന്താഗതികൾക്ക് വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമുണ്ടാക്കി വയ്ക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസത്തിലെ ഉണ്ടാവും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സാന്നിധ്യത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളിലും ഒരു തടസ്സം ഉണ്ടാവും. അതായത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമുക്കൊരു മുന്നേറ്റം ഉണ്ടായി എന്ന് തോന്നുന്ന ഇടത്ത് തന്നെ തടസ്സവും വന്നെത്തും. അതായത് ചില സമ്പത്തുപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെയും വന്നെത്താനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അതായത് പൊടുന്നനെ നമുക്കൊരു കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യത്തെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ടാകും. അവിടെ നിന്നൊക്കെ തന്നെ മറഞ്ഞിരിക്കുന്ന ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകും. അതായത് മുന്നിൽ വന്നിട്ട് നമുക്കത് കുഴപ്പമില്ല ചെയ്യാമെന്നൊക്കെ പറയുന്ന വ്യക്തികൾ പിന്നിൽ അയാൾക്കത് നൽകണമോ എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിൽ ഒരല്പം കാലതാമസം ഉണ്ടാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം അടുത്തൊരു മാസത്തേക്ക് അത് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. ചിലയിടങ്ങളിൽ ശ്രമകരമായ രീതിയിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതൊക്കെ വിജയമായി എന്ന് നമുക്കൊരു തോന്നൽ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. പക്ഷേ വ്യാഴം നമുക്കത് അനുകൂലമാക്കി തരുന്ന ഒരു സാന്നിധ്യം ഇവിടെ കാട്ടുന്നില്ല. ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ ഒരു ബിസിനസ്സിൽ അതായത് ഒരു ലാഭമുണ്ടായി എന്ന് തോന്നുന്ന ഇടങ്ങളിൽ ഒരല്പം തടസ്സമൊക്കെ വന്ന് അതിൽ ലാഭമല്ല ഞാനിതൊക്കെ ചെയ്തത് എനിക്ക് മോശകരമായ കാലത്താണോ അല്ലെങ്കിൽ ഇത് മോശമായി പോയോ ഇനി എനിക്ക് മുന്നോട്ട് വരാൻ കഴിയുമോ എന്നൊരു ചിന്തയൊക്കെ നിങ്ങളിലേക്ക് വരും. താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും എടുക്കുന്ന എഫർട്ടുകൾക്ക് ഒരു കുറവുണ്ടായി വരുന്ന അതായത് നിങ്ങൾ സ്വയം തന്നെ ചിന്തിക്കും ഇതിങ്ങനെയൊക്കെ ആണല്ലോ എന്ന ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാക്കും. അത് താൽക്കാലികമായ ഒരു ചിന്താഗതിയായിട്ട് മാത്രം കണക്കാക്കുക. അത് നിങ്ങളുടെ വിജയം നിങ്ങളിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയണമെന്ന ഒരു ബോധമാണ്. കുടുംബപരമായിട്ടുള്ള ഒരു ജീവിതത്തെ കണക്കാക്കുന്ന വേളയിൽ ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ ഒരു വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. തീർച്ചയായിട്ടും അത്തരം സന്ദർഭങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു എന്ന ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മൗനം പാലിച്ച് വാക്കുവാദങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വിവാഹത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് അടുത്ത മാസത്തിലേക്ക് മാറ്റുന്നത് ഗുണകരമായ ഒരു തീരുമാനം ആയിട്ടിരിക്കും. കാരണം കുടുംബ ജീവിതത്തിലൂടെ ഒരു ഏറ്റിറക്കമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇന്ന് ഒരു സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ നാളെ ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് പരമാവധി കുടുംബ ജീവിതത്തിൽ ഈ രാശിയിൽ പിറന്നവർക്ക് തന്നെ അശ്വതി, ഭരണി, കാർത്തിക എന്നീ 3 നക്ഷത്രക്കാരും ജാഗ്രതയോടുകൂടി ശ്രദ്ധാപൂർവം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. ഈ മാസം പലർക്കും തന്നെ കടം വാങ്ങാതെ ഒരു കാര്യങ്ങളും നടക്കാത്ത സാഹചര്യമായിരിക്കാം. എത്രത്തോളം കാശ് വരാനുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. നമ്മൾ കൊടുത്തിടത്ത് നിന്ന് നമുക്കത് കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നും മറ്റെവിടെയെങ്കിലും നിന്നും നിങ്ങളുടെ ചിലവുകൾക്കായിട്ടും മറ്റു കാര്യങ്ങൾക്കായിട്ടും ഒരല്പം കടം വാങ്ങേണ്ട സാഹചര്യം വരും. ഉണ്ടായത് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് കടം വാങ്ങേണ്ട സാഹചര്യമായിരിക്കും ഈ ഒരു സമയത്ത് വരിക. താൽക്കാലികം മാത്രമാണ്. ഈ മാസം തോൾ സംബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ അതുപോലെ തന്നെ കാല് മുട്ടുകൾക്ക് താഴെ എന്തെങ്കിലുമൊക്കെ വേദനകളോ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ജാഗ്രതാപൂർവ്വം അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കേണ്ട ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു സമയത്തെ കാണുന്നത്. ഈശ്വര പ്രാർത്ഥന തന്നെയാണ് എപ്പോഴും മികച്ച് നിൽക്കേണ്ടതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവികമായ ചിന്തകളും പ്രാർത്ഥനകളും ഒക്കെ കൊടുത്ത് മുന്നിലേക്ക് പോകേണ്ട ഒരു കാലമായിട്ട് ഇതിനെ കണക്കാക്കുന്നു. ഇത് ജാതകവശാൽ നല്ല ഫലമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊന്നും ബാധകമല്ല. നിലവിലുള്ള ചന്ദ്രരാശി പ്രകാരം ഉള്ള ഒരു ഫലം മാത്രമാണ്. ഇത് എല്ലാവർക്കും ഫലമാകണമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും തന്നെ എല്ലാവർക്കും ഫലമാകുകയും ഇല്ല. കാരണം ജന്മജാതകത്തിലെ ലഗ്നം തന്നെയാണ് ഏറ്റവും അധികം. ലഗ്നവും ലഗ്നാധിപനും ബലമായിരിക്കുന്ന ജാതകങ്ങളൊക്കെ ആണെങ്കിൽ 100% ഇത്തരം നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തില്ല. അടുത്തത് ഇടവം രാശിക്കാർക്ക് ഈ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ജൂലൈ മാസം ഇടവം രാശിക്കാർക്ക് ജൂലൈ മാസം 16-ാം തീയതി വരെ ഒരല്പം
ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ ഒരു തടസ്സം പോലെയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം. ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ബാങ്ക് സംബന്ധപ്പെട്ട ലോണൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു കാലമാണ്. മറ്റാരോടെങ്കിലും കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാലമാണ്. അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ജൂലൈ മാസം 16-ാം തീയതിക്ക് ശേഷം അതൊക്കെ പ്രോസസ്സായി കിട്ടുന്ന ഒരു സമയമായിരിക്കും. ഇത് താൽക്കാലികമായ ഒരു ശ്രമം ആയിരിക്കും ഈ ഒരു സമയം വരെ. ചൊവ്വയുടേതായ പ്രഭാവത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടെ ടെൻഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് കൂടുതൽ ദേഷ്യം വരിക, ഒരു കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്ന ഒരു സമയത്ത് അകാരണമായ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷത്തെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു തരുന്ന ഒരു സാഹചര്യമുണ്ട്. അയാൾ കാരണമാണോ? അത് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? എന്നൊക്കെയുള്ള ഒരു പ്രഭാവം പെട്ടെന്ന് ക്ഷോഭം ഉണ്ടാക്കുന്ന കാര്യത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. 7-ാം തീയതിക്ക് ശേഷം ചൊവ്വ സ്വന്തം രാശിയിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശേഷമുള്ള കാലം വളരെയധികം നല്ലതായിരിക്കും. ജൂലൈ മാസം 27-ാം തീയതി വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടമായിട്ടാണ് കിട്ടുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശേഖരിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ജൂലൈ 27-ാം തീയതിയൊക്കെ ആകുന്ന വേളയിൽ ശനി വക്രത്തിലേക്ക് പോകുന്ന ഒരു സമയം ആയിരിക്കും. ആ ഒരു സമയം മുതൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ബ്രേക്കായി പോകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ കടങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ പലിശയ്ക്കൊക്കെ എടുക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും 27-ാം തീയതിക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഒരല്പം ജാഗ്രതാപൂർവ്വം പണം സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യണമെന്നും കൂടി പറയുന്നു. തൊഴിൽപരമായ കാര്യങ്ങളാണെങ്കിൽ ആത്മാർത്ഥമായ രീതിയിൽ പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശനീശ്വര ഭഗവാൻ നല്ല രീതിക്ക് തന്നെ ഒരു സപ്പോർട്ട് നൽകുന്ന സമയമാണ്. അതുകൊണ്ടാണ് സമ്പത്ത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിനെ ഒരല്പം നാളത്തേക്കും കൂടി ശേഖരിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 27-ാം തീയതിക്ക് ശേഷം വരുന്ന പ്രശ്നത്തെ തരണം ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ട് കഴിയും. ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ജൂലൈ മാസം ത്തിലേക്ക് ഒരു അനുകൂലമായ ഭാവം ജൂലൈന് ശേഷം വളരെയധികം നല്ല ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് ജാഗ്രതാപൂർവ്വം ഇടപാടുകളൊക്കെ വളരെയധികം കണക്കുകളൊക്കെ കൃത്യമായ രീതിയിൽ കണ്ടെത്തി മുന്നിലേക്ക് പോകണം. കുടുംബപരമായിട്ടുള്ള ഒരു സാഹചര്യത്തെ കണക്കിലെടുത്ത് നോക്കുന്ന വേളയിൽ ഒരല്പം ഒരു നല്ലതാണ് എന്ന് തോന്നിയാലും കലഹങ്ങളില്ലാതെ പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഒരു വാശി, വൈരാഗ്യം, പിണക്കം ഒക്കെ വരുന്ന ഒരു സാഹചര്യങ്ങൾ കുടുംബത്തിനുള്ളിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ തർക്കങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയി വരും. അത് അങ്ങനെ തന്നെ ഓരോ ദിവസവും മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ അറിഞ്ഞ് ചിന്തിച്ച് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാരൊക്കെ പോകണമെന്ന ഒരു ഇത് തരുന്നത്. കാരണം നമ്മുടെ വാശിക്ക് അനുസൃതമായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നമുക്കത് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ അനുസരിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലം. ക്ഷമ എന്ന ഒരു കാര്യം വളരെ അധികം വേണമെന്ന് ഞാനിവിടെ പറയുകയാണ്. സമ്പത്തുപരമായിട്ടുള്ള രീതിയിൽ കടം വാങ്ങേണ്ടി വന്നിരുന്നാൽ പോലും നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്ന രീതിയിലാണ് ശുക്രൻ്റേതായ ഒരു ഇടപെടൽ ഇവിടെയുള്ളത്. അതിനെ കൃത്യമായ രീതിയിൽ കണക്കിട്ട് മുന്നിലേക്ക് പോകണമെന്ന ഒരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക് വേണം. കാരണം അത് ആ ഒരു സ്രോതസ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ 100% നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നും തരണം ചെയ്ത് മുന്നിലേക്ക് പോകാമെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കാലഘട്ടത്തെ രാശിക്കുള്ളിലേക്ക് പ്രവഹിക്കുന്ന ഗ്രഹങ്ങളുടേതായ ചിന്തകളെക്കുറിച്ച് പറയുന്നത്. ഇത് ചന്ദ്രരാശി പ്രകാരമുള്ള ഒരു പ്രവചനമാണ്. ജന്മജാതകത്തിൽ ആ ഒരു രാശിക്കുള്ളിൽ ചന്ദ്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടേതായ ഒരു ഇതനുസരിച്ച് ബലത്തിനനുസരിച്ചും ലഗ്നാധിപന്റെ ബലത്തിനനുസരിച്ചും നിങ്ങളുടെ ജാതകത്തിൽ ഈ പറയുന്ന ഫലങ്ങൾക്ക് വ്യത്യാസങ്ങളും ഉണ്ടാകും. മിഥുനം രാശിക്കാർക്ക് ജൂലൈ മാസത്തെ ഫലം എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിഥുനം രാശിക്കാർക്ക് ഈ മാസം 7-ാം തീയതി വരെ ബുധൻ്റേതായ ഒരു സാന്നിധ്യം ഒരു അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. എന്നാൽ സമ്പത്തിലൊരു ഷോർട്ടേജ് ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഒരല്പം മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ഒരു അനുകൂല ഭാവം ഉണ്ടെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾക്ക് അത്രത്തോളം പോലും ഭാഗ്യമില്ലാത്ത ഒരു സാഹചര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്ത് ചിലവാക്കുന്ന വേളയിൽ കിട്ടുന്ന കാശിനെ ധാരാളിത്തമായ രീതിയിൽ ചിലവാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെങ്കിൽ 100% അതിനെ ലോക്ക് ചെയ്യപ്പെടണമെന്ന് പറയുന്നുണ്ട്. കാരണം പിന്നീട് അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഈ ഒരു മാസം ക്രിയേറ്റ് ആവുന്നു. വ്യാഴത്തിൻ്റെ സ്ഥിതി കണക്കിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മാസം 15-ാം തീയതി വരെ ഒരു അനുകൂലമായ ഒരു ഭാവത്തെ നൽകും. 15-ാം തീയതിക്ക് ശേഷം ഈ പറഞ്ഞതുപോലെ ഒരു സമ്പത്തുപരമായ രീതിയിൽ ഷോർട്ടേജ് എന്തായാലും നിങ്ങൾക്ക് വരും. ഈ മാസം 27-ാം തീയതി, ജൂലൈ മാസം 27-ാം തീയതി ശനി വക്രഗതിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ തൊഴിൽപരമായ രീതികളിലുള്ള അധ്വാന ഭാരം ഒരല്പം കൂടി കൂടുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഒരു 2 മണിക്കൂർ സമയമെങ്കിലും നമ്മൾ അധികം ജോലി ചെയ്താലേ നമുക്ക് ആ ഒരു ജോലിയുടെ പ്രവർത്തന ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതൊരു ടെൻഷൻ നൽകുന്ന ഒരു സാഹചര്യമായിരിക്കും. ചിലർക്ക്
ഇപ്പോൾ കൂലിപ്പണിക്കൊക്കെ പോകുന്നവർക്ക് ഒരു 8 മണിക്കൂർ ജോലിയൊക്കെ ആയിരിക്കാം. ഒരല്പം കൂടി കൂടുതൽ സമയം ചെയ്താൽ മാത്രമായിരിക്കും അവർക്കൊരു ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യത്തെ ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സ് ഒരല്പം നമ്മള് അതായത് ക്ഷമയോടുകൂടി ആ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പോകേണ്ട ഒരു സമയമാണ്. കാരണം ഒരു ദേഷ്യം എന്നും ഞങ്ങൾ ഇത്രത്തോളം ചെയ്യുകയല്ലേ, പിന്നെ എന്താണ് നിനക്ക് ശമ്പളം കൂടുതൽ തരാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉള്ള ജോലി കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം വരും. കാരണം നിങ്ങളെക്കാളും ശമ്പളം കുറച്ച് ചെയ്യുന്ന ആൾക്കാർ ധാരാളം തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഒരു ഫോഴ്സ് നൽകുക ഇത്രയും മാത്രമാണ് ശനി ഭഗവാൻ തൊഴിലിടത്തിൽ നമുക്ക് നൽകുന്നത്. ചിന്തിച്ച് പ്രവർത്തിക്കുക. കുടുംബപരമായിട്ടുള്ള ആ ഒരു ജീവിതത്തെ കണക്കിലെടുക്കുന്ന വേളയിൽ കുടുംബത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. കാരണം ഈ രാശിയിൽ പിറന്നവരൊക്കെ തന്നെ ഒരല്പം ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം മാറ്റം കുടുംബത്തിലുണ്ടാവും. ഉള്ളതുകൊണ്ട് കഴിയാനുള്ള ഒരു മനസ്സും ഒക്കെ അവിടെ വന്നെത്തും. ചൊവ്വയുടേതായ സാന്നിധ്യത്തെ കണക്കിലെടുക്കുന്ന സമയത്ത് സമ്പത്തുപരമായ രീതിയിൽ എന്തായാലും ബ്രേക്ക് ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പൊടുന്നനെ അതായത് ടെൻഷൻ കൂടി ദേഷ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഭാര്യയോടൊക്കെ ചൂടാവുക, ഭർത്താവിനോട് ചൂടാവുക, കുടുംബത്തിലുള്ളവരോട് ചൂടാവുക. എൻ്റെ അവസ്ഥ അറിയില്ലേ? ഈ സമയം ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളുണ്ടാവും. ബോധപൂർവം ഇതിൽ ഞാൻ പറയുന്നത് പുണർദത്തിൻ്റെതായ കാര്യമല്ല. മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രക്കാരുടേതായ കാര്യമാണ്. പൊടുന്നനെ ദേഷ്യം വരും മകയിരത്തിനൊക്കെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് വിട്ടൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് സാഹചര്യങ്ങളെ ഈ കുടുംബത്തിലുള്ളവർ അറിയിക്കുകയാണെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് ഒരു അനുകൂല ഭാവത്തെ കൊടുത്താൽ ഭാവി നന്നായിരിക്കുമെന്ന തിരിച്ചറിവ് ഇവിടെ തരുന്നു. വണ്ടി വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരല്പം ജാഗ്രതാപൂർവ്വം തന്നെ ഇരിക്കേണ്ട ഒരു കാലമാണ്. കാരണം ഒന്നാമത്തെ കാര്യം കാലാവസ്ഥ അപ്പോൾ തന്നെ വ്യതിയാനം വന്നിരിക്കേണ്ട സമയത്ത് റോഡ് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മുടേതായ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ചിന്തയുടേതായ മാറ്റം വണ്ടി വാഹനങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആപത്തുകൾക്ക് കാരണമാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാലഘട്ടം ചൊവ്വ നമുക്ക് അത്തരത്തിൽ എന്തെങ്കിലും ചെറിയ മുറിവുകളോ എന്തെങ്കിലും പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ നടന്നു പോയാലും നമുക്ക് വരാനുള്ളതൊക്കെ വഴി തങ്ങുന്നില്ല, നേരെ തന്നെ വരും. കഷ്ടകാലം എല്ലാ കാലത്തും മിഥുനം രാശിക്ക് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. എന്നിരുന്നാലും നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. ഒരല്പം ജാഗ്രത വേണം. പ്രായം ചെന്നവരൊക്കെ ആണെങ്കിൽ ബാത്റൂമിലൊക്കെ കുളിക്കാനൊക്കെ കയറുമ്പോഴൊക്കെ സോപ്പോ എണ്ണയോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി വേണം ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാനായിട്ട്. നിസ്സാരമായ ഒരു ഇത് നോക്കട്ടെ. എന്തായാലും നിസ്സാരമെന്ന് പറയുന്ന വേളയിൽ പല്ല് തേക്കുന്ന സമയത്ത് എന്നും നല്ല രീതിക്ക് തേക്കുന്ന ബ്രഷ് അന്ന് ചറുകി പലയിടത്തും കൊണ്ട് ഇടിച്ച് ബാക്കിയകത്ത് മുറിവെങ്കിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ വേണമെങ്കിൽ അത് പരിശോധിച്ചോളാം. ഏതെങ്കിലും വിധത്തിൽ തരാനുള്ളത് തരാതെ പോകില്ല. രക്തം കാണാതെ പോകില്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചുണ്ടോ നാക്കോ എന്തെങ്കിലും കടിപെട്ട് മുറിയുകയും ചെയ്യും. ഏതെങ്കിലും വിധത്തിലൊരു കാര്യം തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തെ ഒരല്പം അനുസരിച്ച് ചിന്തിച്ച് കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഐക്യത്തോടുകൂടി തൊഴിലിടങ്ങളിൽ ഐക്യത്തോടുകൂടി പോകേണ്ട ഒരു കാലമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വരാനുള്ള ഭാഗ്യം കൂടെ തന്നെ വരും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ മഹാദേവൻ്റേതായ പ്രാർത്ഥനകൾ നടത്തണമെന്ന ഒരു കാര്യം കൂടി പറഞ്ഞു. ശ്രീ മഹാദേവനെ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളുടേതായ കാഠിന്യങ്ങൾ പരമാവധി കുറഞ്ഞു വരും. വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിച്ച് വിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഫലം എന്തായാലും നിങ്ങൾക്ക് വരുന്നതായിരിക്കും.